സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുവാനും ദൈവവചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുവാനുമായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 84-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ കർത്താവിൽ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവരെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് സങ്കീർത്തകൻ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർക്കൊരിക്കലും നഷ്ടം സഹിക്കേണ്ടി വരികയില്ല. അവർ ലജ്ജിതരായി പോകുവാൻ ഒരു നാളും കർത്താവ് അനുവദിക്കുകയില്ല. ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ട ജീവിതം. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും നന്മയും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. ദൈവാശ്രയത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുവാനുള്ള ആശ്രയബോധത്തിൽ വളരുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൻ്റെ ഭാരങ്ങളും ഹൃദയത്തിൻ്റെ ആകുലതകളും എല്ലാം നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മെ വിളിച്ച കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, നിത്യജീവന്റെ ദർശനം നൽകണമേ, ആത്മീയമായി ഞങ്ങളെ വളർത്തണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അല്പം ദൈവസന്നിധിയിലേക്ക് യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങുന്ന സമയം, ഉന്നതമായ അഭിഷേകത്താൽ അനേകരെ സ്വർഗം പൂരിതമാക്കുന്ന കൃപയുടെ മണിക്കൂറുകളാണിത്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ സന്ദർശിക്കണമേ, ആത്മാവേ വരണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ വരണമേ, ഞങ്ങളെ ഉണർത്തണമേ. സ്പിരിറ്റ് മൂവ്. അനേകം ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ആത്മാവേ നിറയുക, നിറയുക പരിശുദ്ധാത്മാവേ. കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിൽ അന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ആത്മാവേ വരണമേ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകൾ
അഭിഷേക കൃപകൾ ഞങ്ങളിലേക്ക് പകരണമേ. Spirit, anoint us, anoint us. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിൽ വളരാൻ കൃപ നീ ചൊരിയണമേ. ആത്മാവേ, കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ. തലമുറകളെ വീണ്ടെടുക്കുവാൻ, ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാൻ ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾ പകരണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. Come Holy Spirit, come Holy Spirit. ഓരോ ഭവനത്തിലേക്ക്, ഓരോ വ്യക്തിയിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് ആത്മാവിറങ്ങട്ടെ, ആത്മാവ് വ്യാപരിക്കട്ടെ, ആത്മശക്തി വെളിപ്പെടട്ടെ. Holy Spirit, പരിശുദ്ധാത്മാവേ വരണമേ. കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ, കർത്താവിന്റെ റൂഹായേ, പരിശുദ്ധ റൂഹായേ, ഞങ്ങളുടെ മധ്യേ ഇറങ്ങണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ആവശ്യമായ വചനങ്ങൾ നൽകി ദൈവത്തിന്റെ ആലോചനകൾ ഞങ്ങൾ അറിയിക്കണമേ. Come Holy Spirit, എല്ലാ ഉള്ളങ്ങളെയും വിശുദ്ധീകരിക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും വരണമേ. ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. കെട്ടുകൾ അണിയട്ടെ, തുകകൾ ഒഴിയട്ടെ. പൈശാചിക രൂപികൾ, സാത്താന്യ പീഡകൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ഓരോ കുടുംബത്തെയും സന്ദർശിക്കണമേ. ഓരോ ഭവനത്തെയും അഭിഷേകം ചെയ്യണമേ. Anoint us, anoint us. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മലാക്കന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. നമ്മുടെ ജോലി തിരക്കുകളും മറ്റെല്ലാ വ്യഗ്രതകളും മാറ്റിവെച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിനു മുമ്പിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ വചന ശുശ്രൂഷയിലൂടെ 3 കാര്യങ്ങൾ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അതൊരു കുടുംബമാകാം, ഒരു സമൂഹമാകാം. എപ്രകാരമാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകടമാകുന്നതെന്ന് കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 6-ാം തിരുവചനം. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പല പ്രാവശ്യവും വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണിത്. എഫെസസിലെ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന്
അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ സുവിശേഷം അവരറിയിക്കുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവർ പരിശുദ്ധാത്മ അനുഭവത്തിൽ നിറയുവാൻ, പരിശുദ്ധാത്മ ശക്തിയുടെയും അഭിഷേകത്തിൻ്റെയും സമൃദ്ധി അവർക്ക് ലഭ്യമാകുവാൻ പൗലോസ്ലീഹ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. തത്സമയം ആത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറയ്ക്കുകയാണ്. അവർ അന്യഭാഷകളെ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അതൊരു കുടുംബമാകാം, ഒരു സമൂഹമാകാം. എപ്രകാരമാണ് ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടൽ സംഭവിക്കുന്നത്? ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം തന്നെ ധ്യാനിച്ചാലും ചിന്തിച്ചാലും മതിവരാത്ത അനുഗ്രഹങ്ങളും നന്മകളുമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. എന്നാൽ ഈ ശുശ്രൂഷയിലൂടെ 3 കാര്യങ്ങൾ പ്രത്യേകമായി ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:4 വരുമ്പോൾ നമ്മൾ കാണുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ശിഷ്യ സമൂഹം മുഴുവൻ ആത്മാവിൽ നിറയപ്പെടുകയാണ്. അവർക്കെല്ലാം പരിശുദ്ധാത്മ അനുഭവമുണ്ടായി. പരിശുദ്ധാത്മ ശക്തിയുടെ സാന്നിധ്യം അവർ ആവോളം അനുഭവിച്ചു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 10:44 വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ വിജാതീയ സമൂഹത്തോട് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മ വരികയാണ്. അതാണ് വിജാതിയുടെ പെന്തക്കുസ്തയായി അറിയപ്പെടുന്നത്. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രവചിക്കുകയും ചെയ്തുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിലും ഇതുപോലെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് തന്നിൽ വിശ്വസിക്കുന്ന, താൻ ആശ്രയിക്കുന്നവരെ അഭിഷേകം ചെയ്യുന്ന നിരവധിയായ സംഭവങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു നന്മ എന്താണ്? ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ ചേർക്കപ്പെടുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണമേ. നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവാണ്. ആത്മശക്തിയിൽ ആത്മാവിൻ്റെ അഭിഷേക നിറവ് നമ്മൾ സ്വന്തമാക്കുമ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, ആത്മീയവും ഭൗതികവുമായ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചേർക്കപ്പെടുകയാണ്. സംഖ്യയുടെ പുസ്തകം 11:31 അവിടെ ദൈവത്തിന് സ്വന്തം ജനമായ ഇസ്രായേൽ അവർ മാംസത്തിന് വേണ്ടി മരുഭൂമിയിൽ മുറവിളി കൂട്ടുകയാണ്. മോശ പ്രവാചകനോട് പറയും, മോശേ, എന്തിനാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തത്? വാഗ്ദാന ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഞങ്ങൾ വാഗ്ദാന ദേശത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരുപാട് കഷ്ടതയും ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ആര് മാംസം തരും, ഞങ്ങൾക്ക് ആര് ഇറച്ചി തരും? അവർ മുറവിളി കൂട്ടുകയാണ്. മോശ പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയുണ്ട്, എൻ്റെ ജനത്തിന് ഓക്കാനം വന്ന് അവർക്ക് മതി വരുവോളം ഞാൻ മാംസം കൊടുക്കും. ഏകദേശം 30 ലക്ഷം പേരാണ്. മാനുഷികമായി ചിന്തിച്ചാൽ ഇമ്പോസിബിളാണ്. ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എവിടുന്ന് മാംസം കിട്ടും? ലൂക്ക് 1:37 അതിന് ഉത്തരം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ കർത്താവ് സാഹചര്യങ്ങൾക്കും സമയങ്ങൾക്കും അപ്പുറമുള്ളവനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മോശയോട് പറഞ്ഞു, മോശേ, എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല, എൻ്റെ വാക്കുകൾ നിറവേറപ്പെടുമോ എന്ന്
നീ കാണും, നീ അത് ദർശിക്കുമെന്ന് ആത്മാവ് മോശയോട് പറയുകയാണ്. തുടർന്നാണ് സംഖ്യ 11:31 കാണുന്നത്. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. അത് റൂഹയാണ്, പരിശുദ്ധാത്മാവാണ്. ഈ കാറ്റാര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ ചേർക്കപ്പെടുകയാണ്. ഈ 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ കാടപ്പക്ഷികൾ, കോടിക്കണക്കിന് കാടപ്പക്ഷികൾ വേണം. ഈ കോടിക്കണക്കിന് കാടപ്പക്ഷികളെ ആരാ കൊണ്ടുവന്നത്? കർത്താവിൻ്റെ കാറ്റ്. യെസ്, അതാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? ഞാനും നീയും ആത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, സമൂഹങ്ങളിൽ ഇത് തന്നെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. ഈ വചനം വെറും വായിച്ചു പോകാനുള്ള വചനമല്ല, ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ളൊരു വചനമല്ല. ഈ വചനം ഈ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നിവൃത്തീകരിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ശക്തനും അതിയായവനുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! എത്ര കൃത്യമാണ് വചനം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇസ്രായേൽക്കാർ അവർക്ക് ആവശ്യമായ കാടപ്പക്ഷികളെ ലഭിക്കുവാൻ കാടകളുടെ പുറകെ അവർ ഓടിയിരുന്നുവെങ്കിൽ എത്ര കാടകൾ കിട്ടുമായിരുന്നു? വളരെ വളരെ തുച്ഛമാണ്. എന്നാൽ അവർക്ക് ആവശ്യമായ കാടപ്പക്ഷികളെ ആത്മാവ് കൊണ്ടുവരികയാണ്. സ്പിരിറ്റിനൊരു മൂവ്, ആത്മാവിൻ്റെ വ്യാപകമായൊരു ചലനം ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രാപിക്കേണ്ടത് ഈ അനോയിന്റിംഗ് ആണ്. നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ഈ ആത്മശക്തിയാണ്. നമ്മിൽ ആത്മാവ് നിറയുമ്പോൾ, നമ്മളുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ വചനം ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ആവശ്യങ്ങളിലും നിറവേറപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അസ്വസ്ഥരാകരുത്. നമുക്ക് വേണ്ട ആവശ്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് മനസ്സുമടുത്ത് പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തിനും മതിയായവനാണ്. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ആത്മാവ് തന്നെ നമുക്ക് ചേർത്ത് തരും. എന്തുമാത്രം അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ട്. എന്തുമാത്രം അനുഭവങ്ങൾ! എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കൊടിയ വേദനകളിലും നമുക്കുണ്ടാകുന്ന ആനന്ദമാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, അതൊരു കുടുംബമാകാം, ഒരു സമൂഹമാകാം, നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ് ആനന്ദം. ഞാൻ പലപ്പോഴും നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ആനന്ദം, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് നമുക്ക് ഏറെ ആവശ്യമായിരിക്കുന്നത് ആത്മാവിൻ്റെ ആനന്ദമാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും, ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും, നൊമ്പരം വരുമ്പോഴേക്കും, ഒരു അപവാദം നമുക്കെതിരെ വരുമ്പോഴേക്കും, പരിഹാസ വാക്കുകൾ, കുത്തുവാക്കുകൾ നമ്മുടെ നേരെ വരുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നു, നമ്മളാകെ ഡിപ്രസ്ഡ് ആകുന്നു, നമ്മൾ വിഷാദത്തിലേക്ക് പോകുന്നു, നമ്മൾ ഒരു നിർജീവത്വം, ഒരു നിസ്സംഗത നമ്മളെ പിടികൂടുന്നു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവുള്ളവരുടെ അനുഭവമല്ല ഇത്. പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ കൊടിയ വേദനകളിലും ക്ലേശങ്ങളിലും ആനന്ദമുള്ളവളാകുമെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. സമരിയ പട്ടണത്തിന് മേൽ ആത്മാവിന് ശക്തമായൊരു വ്യാപനമുണ്ടായി. സമരിയ പട്ടണം അഭിഷേകത്താൽ കുലുങ്ങുമാറ് ആ പട്ടണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഈ ആത്മശക്തി വെളിപ്പെട്ടപ്പോൾ എന്തുണ്ടായി? അപ്പോസ്തല പ്രവർത്തനം 8:8 പറയാണ്, ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഗ്രേറ്റ് ജോയ്
വലിയ ആനന്ദമുണ്ടായി. ആ പട്ടണം മുഴുവൻ സന്തോഷമുണ്ടാവുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 13:52 വരിക. അവിടെ ആദ്യമായിട്ടാണ് അന്തോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് വേദനകളും സഹനങ്ങളും അന്ത്യോക്യയിലെ വിശ്വാസ സമൂഹത്തിന് കൊടിയ പീഡനങ്ങളും അപമാനങ്ങളും അവഗണനകളും ലഭിച്ചു. എന്നാൽ ഈ കൊടിയ സഹനത്തിൻ്റെ വേദനയുടെ നടുവിൽ അവർക്കുണ്ടായ അനുഭവം എന്താണ്? പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവർ പരിശുദ്ധാത്മാവിലും ആനന്ദത്താലും നിറഞ്ഞവരായി. ഹല്ലേലൂയ! എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകമാണ് നമ്മളിത് പ്രാപിക്കേണ്ടത്. ഒരു വ്യക്തി ആത്മാവിൽ നിറയുമ്പോൾ, ഒരു വ്യക്തിയിലൂടെ സ്പിരിറ്റ് വെളിപ്പെടുമ്പോൾ, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അവർ ആത്മാവിലും ആനന്ദത്താലും നിറഞ്ഞവരായി. ആര്? അന്ത്യോക്യയിലെ ക്രൈസ്തവരെ. അവർ കൊടിയ വേദനയിലായിരുന്നു. വലിയ പ്രതിസന്ധിയിലും സഹനത്തിലും അവഗണനയുടെയും അതുപോലെ തന്നെ ഒരുപാട് വേദനയുടെ നീറുന്ന പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയുടെ നടുവിലാണ് അവർ ആനന്ദമുള്ളവരായത്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി ആത്മാവിൽ നിറയുമ്പോൾ ലഭിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയ ആനന്ദം, ഗ്രേറ്റ് ജോയ്, വലിയ സന്തോഷം കിട്ടുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. വിഷാദത്തിനും നിരാശയ്ക്കും അസംതൃപ്തിക്കും പിറുപിറുപ്പിനും പരാതിക്കും ഒരു ക്രൈസ്തവരുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ അധപതിക്കുന്നതിന് കാരണം നമുക്ക് പരിശുദ്ധാത്മ നഷ്ടപ്പെടുകയാണ്, അഭിഷേകം നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധാത്മാവുള്ളൊരു ദൈവ പൈതൽ എപ്രകാരമുള്ളവനാണ്, എപ്രകാരമുള്ളവളാണെന്ന് പരിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യത്തിൽ നിങ്ങൾ ഹൃദയം ഉറപ്പിക്കണം. മൂന്നാമത്തൊരു ബ്ലെസ്സിങ്, ആന്തരിക മുറിവുകളല്ല, ആത്മശക്തിയിലാണ് നമ്മൾ ജീവിക്കുക. ആന്തരിക മുറിവുകൾക്ക് സ്ഥാനമില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിച്ചാൽ, നടത്തുവാൻ തുടങ്ങിയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ ആന്തരിക മുറിവുകൾക്ക് ആ വ്യക്തി, അവൻ എന്നോട് സംസാരിച്ചില്ല, അവൻ എന്നോട് ബൈ പറഞ്ഞില്ല, അവൻ എന്നെ നോക്കി ചിരിച്ചില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് ഒരു നല്ല വാക്ക് കിട്ടിയില്ല, എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല, ഇതിനൊക്കെ പേരിൽ ഒരു തഴയപ്പെട്ടു, എന്നെ മാറ്റി നിർത്തി, എനിക്ക് പരിഗണന കിട്ടിയില്ല. ഇതിനൊക്കെ പേരിൽ അനേകം ആന്തരികമായ അസ്വസ്ഥരാണ്. മുറിവേറ്റും വേദനിച്ചും നൊമ്പരപ്പെട്ടും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസംതൃപ്തിയോടെ, ഞാൻ പരാതി പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് എത്രയോ ജീവിതങ്ങൾ ഇന്ന് ജീവിതം ഇങ്ങനെ നരകതുല്യമായി മുന്നോട്ട് പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, നീ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ ആന്തരിക മുറിവുകൾക്ക് പിന്നെ സ്ഥാനമില്ല. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-55 വചനങ്ങളാണ്. എസ്തഫാനോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ട ജനക്കൂട്ടം അവരെല്ലാം ഒന്നടങ്കം പാഞ്ഞു വരികയാണ്. എസ്തഫാനോസ് നേരെ പല്ലുകടിച്ച് കോപാക്രാന്തരായി, അവനെതിരെ ചീത്ത വിളിച്ച്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പച്ചത്തെറി പറഞ്ഞ് ഈ ജനക്കൂട്ടം മുഴുവൻ എസ്തഫാനോസിനെതിരെ ഇളകുകയാണ്, അവനെതിരെ പാഞ്ഞെടുക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ നമുക്കെതിരെ ശാപവാക്കുകളും പ്രകോപനപരമായ വാക്കുകളും ചീത്ത വാക്കുകളും നമുക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ മാനസികമായി മുറിവേൽക്കും, നമുക്ക് ഒത്തിരിയേറെ വേദനയുണ്ടാകും. എന്നാൽ എസ്തഫാനോസ് നോക്ക്, ഈ ജനക്കൂട്ടം ഒന്നൊഴിയാതെ അവർ മോശമായ ചീത്ത വാക്കുകൾ പറഞ്ഞ് എസ്തഫാനോസിനെ മുറിപ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നു 7:55 അപ്പോസ്തല പ്രവർത്തനം, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ! എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തി ആത്മാവിൽ നിറയപ്പെട്ടതിൻ്റെ ഒരു പ്രകടമായ അടയാളമാണ് ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് കാണിച്ചു തരുന്നത്. ആന്തരിക മുറിവുകളല്ല, ആത്മശക്തിയുടെ അനുഭവം. ഈ ഒരു കൃപയിൽ, ഈ ഒരു ആത്മീയതയിൽ നമ്മൾ വളരുവാൻ ആഗ്രഹിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ
മാതാപിതാക്കൾ മക്കൾ നമ്മൾ ബന്ധത്തിൽ സംസാരത്തിൽ പലപ്പോഴും ചില അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിഷമം വരുന്ന വേദന വരുന്ന ചില കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ സഹോദരങ്ങളെ പഴി പറയാതെ, കുറ്റം പറയാതെ, ശാപവാക്ക് പറയാതെ, മോശവാക്കുകൾ ഉപയോഗിക്കാതെ അവിടെയൊക്കെ ഒരു ആത്മനിറവോടെ സംസാരിക്കുവാനും ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ദൈവമക്കളായി എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി, നമ്മുടെ ക്രൈസ്തവ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം നമുക്കുള്ളത്? സഹോദരങ്ങളെ, ആന്തരിക മുറിവുകളല്ല, ആത്മശക്തിയുടെ അനുഭവമാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ലഭിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണത്. നമുക്കത് തിരിച്ചറിയാം. ലോകത്തിലെ ഒരു ശക്തിക്കും എസ്എഫാനോസിനെ വേദനിപ്പിക്കാൻ പറ്റിയില്ല. അവർ പിന്നെ കല്ലെടുത്തെറിഞ്ഞു. ഈ ശരീരം മുഴുവൻ കല്ലേറ് കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട് എസ്എഫാനോസ് പൊളയുമ്പോഴും അവൻ പറയുക, അവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞാൽ ആ കല്ലേറുകൾക്കൊന്നും എസ്എഫാനോസിനെ മുറിപ്പെടുത്തുവാൻ, മാനസികമായി മുറിപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ അവനെ ഒരു നിരാശയിൽ ആഴ്ത്തുവാനോ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ. കാരണം അവൻ ആത്മാവിലായിരുന്നു, പരിശുദ്ധാത്മ അനുഭവത്തിലായിരുന്നു. നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിനായി, ഈ ഒരു അനോയിൻറ്റിങ്ങിനായി ഈ നാളുകളിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം കടന്നു വരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവം പ്രാപിക്കണം. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സമൂഹങ്ങളെല്ലാം ഈ ആത്മശക്തിയുടെ അനുഭവത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പരിശുദ്ധാത്മ നിറവിനായി, പരിശുദ്ധാത്മ നടത്തിപ്പിനായി നമുക്ക് നിരന്തരം ആഗ്രഹിക്കാം. ഈ വചനങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ